റൂറൽ ഹാർട്ട് ഹബ് എന്ന പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 3000 കോടി രൂപയുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 711 കായിക താരങ്ങൾക്ക് നിയമനം നൽകി. സർ, കായിക യുവജനകാര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 145.39 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 18 കോടി രൂപ അധികമാണ്. സർ, സ്പോർട്സുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സഹായങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ വിവിധ മാർഗ്ഗങ്ങളിലൂടെ വിഭവങ്ങൾ സമാഹരിച്ചൊരു കായിക വികസന ഫണ്ട് രൂപീകരിക്കുന്നതാണ്. ഇതിനായി 8.4 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, ഈ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള സ്വകാര്യ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അത്യാധുനിക കായിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനായി ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ, റെനോവേറ്റ്, മോഡേണൈസ്, ഓപ്പറേറ്റ് തുടങ്ങിയ മാതൃകകൾ നടപ്പിലാക്കുകയും ചെയ്യും. സർ, കേരള സർവകലാശാലയ്ക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി 18.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്ത് GV രാജ സ്പോർട്സ് സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും വേണ്ടി 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് 18 കോടി രൂപ വകയിരുത്തുന്നു. 124 പഞ്ചായത്തുകളിലാണ് കളിക്കളം ഒരുക്കുന്നത്. 4 കളിക്കളങ്ങൾ പൂർത്തിയായി. 91 കളിക്കളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സർ, 450 തദ്ദേശ സ്ഥാപനങ്ങളിൽ കളിക്കളം ആരംഭിക്കാനായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. സർ, സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്പോർട്സ് ഉപകരണ വ്യവസായത്തിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 39 കോടി രൂപയും യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ പ്രവർത്തനത്തിന് 17 കോടി രൂപയും വകയിരുത്തുന്നു. കായിക ക്ഷമതാ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 24.58 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ ഘട്ടമാണിത്. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതിയായ റോബോട്ടിക് സർജറി റീജിയണൽ ക്യാൻസർ സെൻ്ററിലും മലബാർ ക്യാൻസർ സെൻ്ററിലും ആരംഭിച്ചു. സർ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം പേർക്ക് 6788 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി. സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികളായ കാസ്പ് വഴി 24.06 ലക്ഷം പേർക്ക് 6271 കോടി രൂപയുടെയും കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് വഴി 62,122 പേർക്ക് 473 കോടിയുടെയും ആരോഗ്യകരണം വഴി 8.49 ലക്ഷം കുട്ടികൾക്ക് 1734 കോടി രൂപയുടെയും ചികിത്സ നൽകി. 3.5 വർഷം കൊണ്ട് KMSCL വഴി 2700 കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകളാണ് സാർ വിതരണം ചെയ്തത്. സാർ, രാജ്യത്ത് ആദ്യമായി ജില്ലാ തല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയ സ്ഥാപനമായി എറണാകുളം ജനറൽ ആശുപത്രി മാറി. സാർ, നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന G-ഗേറ്റർ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു. സർ, സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയതിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം ലഭിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ 28 പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചു. സർ, വൈദ്യ ശുശ്രൂഷ പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം 2915.49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 97.96 കോടി രൂപ അധികമാണ്. സർ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രൊജക്ട് പദ്ധതിയിൽ 335 അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചെലവിനായി 80 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രക്താതിമർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളല്ലാത്ത രോഗം ബാധിച്ച നിർധനരായ രോഗികൾക്ക് റഫർ ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് 45 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ഫൗണ്ടേഷന് 10 കോടി രൂപ കാത്ത് ലാബിനായി അനുവദിക്കുന്നു. സർ, മേജർ സർക്കാർ ആശുപത്രിയിൽ ഘട്ടം ഘട്ടമായി കാത്ത് ലാബ് സ്ഥാപിക്കൽ, നിലവിലുള്ള കാത്ത് ലാബുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, തീവ്ര പരിചരണ വിഭാഗങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആരോഗ്യ വകുപ്പിന് കീഴിൽ 105 ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കായി 13.98 കോടി രൂപ വകയിരുത്തുന്നു. ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ജില്ലാ ജനറൽ ആശുപത്രികളിലും 25 ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതോടെ എല്ലാ ജനറൽ ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി. സർ, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതിനായി 21 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതോടെ എല്ലാ ജില്ലാ തല ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റ് സൗകര്യം ഉണ്ടാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. സർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസിൻ്റെ തിരുവനന്തപുരം ഷൊർണൂർ സെൻ്ററുകൾക്കായി 7.34 കോടി രൂപ വകയിരുത്തുന്നു.
സർ, NHMൻ്റെ സംസ്ഥാന വിഹിതമായി 465.20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇ ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടി 27.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ അക്രഡിറ്റേഷനും ISO സർട്ടിഫിക്കേഷനും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഫേസ് 1 നിർമ്മാണത്തിനുമായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ മേഖലയിൽ 1020 പുതിയ BSc നഴ്സിംഗ് സീറ്റുകൾ അനുവദിച്ചു. സർക്കാർ മേഖലയിൽ പുതുതായി 8 നഴ്സിംഗ് കോളേജുകളും സിമറ്റിൻ്റെ കീഴിൽ 7 നഴ്സിംഗ് കോളേജിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. സർ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ വിഹിതമായി 532.84 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായി ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെൻ്ററുകൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം, കോട്ടയം, കണ്ണൂർ, മഞ്ചേരി, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാമ്പത്തിക നില കണക്കിലെടുക്കാതെ എല്ലാവർക്കും സ്റ്റെം സെൽ മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ സൗകര്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സർക്കാർ മേഖലയിൽ മജ്ജ മാറ്റിവെക്കൽ സംവിധാനം ഒരുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്.